എടാ നീ യാത്ര പോയിട്ട് എന്തായി? ആ കഥകളൊക്കെ ഒന്ന് പറ. ഒന്നും പറയണ്ടടാ, ഇരിക്ക്, ഞാൻ പറയാം. ഇതിനപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല. ചേട്ടാ, ബിഗ് ബാങ്ങിന് മുമ്പ് പോയാൽ കൊള്ളാമെന്നുണ്ട് എനിക്ക്. ബിഗ് ബാങ്ങിന് മുമ്പ് ദൈവത്തിൻ്റെ സ്ഥലമാണ്, നീ വിട്ടോ. ചേട്ടാ, ബിഗ് ബാങ്ങിന് മുമ്പ് സയൻറ്റിസ്റ്റുകൾ കണ്ടുപിടിച്ചാൽ എന്ത് ചെയ്യും? ഇതുപോലെ തന്നെ അതിനു മുമ്പ് ദൈവത്തിൻ്റെ സ്ഥലമാക്കും. അപ്പോൾ ഈ കണ്ടുപിടിച്ചതെല്ലാം ദൈവത്തിൻ്റേതാണ്. എനിക്ക് F=m എന്താണെന്നറിയാം. ഇവിടെ നിന്ന് ഇപ്പോൾ തന്നെ സ്ഥലം വിട്ടില്ലെങ്കിൽ നീ അതറിയും. ഫിസിക്സുകാരല്ലേ, എന്താ അല്ലേ അവരുടെ ജാട. ഇത് കേൾക്ക്, ഞാൻ വേറൊരു സ്ഥലത്ത് ചെന്നു. എന്താ ഏട്ടാ ഇങ്ങനെ ഒളിച്ചും പാത്തൊക്കെ നടക്കുന്നത്? തർക്കിക്കാനും തെളിയിക്കാനും ഒക്കെ താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. ഞാൻ ദൈവത്തിൻ്റെ പക്ഷം പിടിക്കാനുമില്ല, സയൻസിനെ വെറുപ്പിക്കാനുമില്ല. ജീവിച്ച് പൊക്കോട്ടെ. ഇങ്ങനെ ഒരേ സമയം 2 വള്ളത്തിൽ കാലി ഔട്ടുകയും മുങ്ങി നിൽക്കുകയും ചെയ്താൽ ഞങ്ങളെപ്പോലെയുള്ളവർ പിന്നെ എന്ത് ചെയ്യും? എൻ്റെ കയ്യിൽ ആസിഡ് തൊട്ട് മനുഷ്യനും മലം വരുന്നു. ഈ സ്ഥലം വിടും. എന്നെ സ്വകാര്യമായിട്ട് കൈകാര്യം ചെയ്യാൻ എനിക്ക് യാതൊരു മടിയും. അല്ലെങ്കിൽ ഈ കെമിസ്ട്രിക്കാരൊക്കെ കണക്കാണല്ലേ. ആ തീർന്നില്ല, ഇനി ഒരു സ്ഥലം കൂടിയുണ്ട്. അതെ, ഇന്ന് ഏത് ചാപ്റ്ററാണ് പഠിപ്പിക്കാൻ പോകുന്നത്? ഈശ്വര, എവല്യൂഷൻ. മനുഷ്യനുണ്ടായത് എവല്യൂഷൻ വഴിയാണ്. അറിയാം. ഈശ്വര, എല്ലാം അറിയാം, ഒരക്ഷരം മിണ്ടത്തില്ല. പക്ഷെ ബയോളജി മനസ്സിലായി. ഇനി ഒരെണ്ണം കൂടി ഉണ്ട് കേട്ടോ, മാത്തമാറ്റിക്സ്. കേട്ടിട്ടുണ്ടേ, ഇടുകിട്ടാപ്പള്ളി. സംഭവം വേറെ റൂട്ടാണ്. കണക്കിന് തുല്യം കണക്ക് മാത്രം, വേറൊന്നും അറിയണ്ടായിരുന്നു. ഒരു അധോലോക സെറ്റപ്പാണ്, നോക്കിയാൽ കാണില്ല, പക്ഷെ നല്ല പേരാണ്. നാർക്കോട്ടിക് ഇവിടെ കിടന്ന് തെണ്ടിത്തിരികയാണ്. ലോകം അങ്ങോ എത്തിക്കഴിഞ്ഞു, എന്നിട്ടാണ് ആവശ്യക്കാരനായിപ്പോയി. പേടിക്കണ്ട, കെമിസ്ട്രിയുടെ അടുത്തേക്ക് പറഞ്ഞുവിടാം.